ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ പരാമർശ വിഷയം. മനുഷ്യ രക്തത്തിന് ഒട്ടും വില കൽപ്പിക്കാതെ മാനവർ പെരുമാറിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമുണ്ടാകുന്നത്. അന്നാളുകൾ രക്തരൂക്ഷിത പോരാട്ടങ്ങളുടെയും കലഹങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാളുകളായിരുന്നു. പരസ്പരം കലഹിച്ചും കടിച്ചു കീറിയും അന്യോന്യം പെരുമാറിയിരുന്ന ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും അന്നാളുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ആർക്കും വഴങ്ങാതെ, ഒരാൾക്കും കൂട്ടാക്കാതെ, നിസ്സാര വിഷയങ്ങളിൽ പോലും പോരടിച്ച് അത് നീണ്ട വർഷങ്ങൾ നിലനിൽക്കുമാർ യുദ്ധകലുഷിതവും രക്തസിക്ത താണ്ഡവങ്ങളുമായിരുന്നു ആ കാലഘട്ടം. അയ്യാമുൽ അറബ് എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഈ നാമം കൈകാര്യം ചെയ്യുന്നത് അറബികളുടെ യുദ്ധനാളുകളെയാണ്. അതിൽ അയ്യാമുൽ അദ്നാനിയീൻ, അയ്യാമുൽ ഖഹ്താനിയീൻ, ഇങ്ങനെ അയ്യാമുൽ അറബിന് വിഭജനങ്ങൾ കാണാം. അതിൽ അയ്യാമുൽ അദ്നാനിയീൻ വടക്കൻ അറബികൾ, അദ്നാനികൾക്കിടയിൽ നടന്ന കലാപങ്ങളാണ് വിഷയം. അയ്യാമുൽ ഖഹ്താനിയീൻ തെക്കൻ അറബികൾ, ഖഹ്താനികൾക്കിടയിൽ നിലനിന്നിരുന്ന കലാപങ്ങളും കലഹങ്ങളുമാണ് വിഷയം. ഏറെ ഭീകരമായി ചരിത്രം വിധിച്ച യുദ്ധക്കെടുതികൾ, കലാപങ്ങളും കൊലപാതകങ്ങളും, ഇതാണ് ഈ അയ്യാമുൽ അറബിൻ്റെ ചരിത്രത്തിനുള്ള വിധി. അതിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, അദ്നാനികൾക്കിടയിൽ ഹർബുൽ ബസൂസും ഹർബ് ദാഹിസ് വൽ ഗബ്ര ഉദാഹരണങ്ങൾ മാത്രമാണ്. 40 വർഷം നീണ്ടുനിന്ന, 30 വർഷം നീണ്ടുനിന്ന യുദ്ധങ്ങളൊക്കെയാണിത്. അതും ഹർബുൽ ബസൂസ് ഒരു ഒട്ടകത്തിൽ നിന്നാണ് അതിൻ്റെ കാരണമുണ്ടായത് എങ്കിൽ അത് 40 വർഷം നീണ്ടു നിന്നിട്ടുണ്ട്. ദാഹിസും ഖബ്രാവും 2 കുതിരകളാണ്. ആ കുതിരകളുടെ പേരിലാണ് വർഷങ്ങൾ നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ പോരാട്ടമുണ്ടായത്. ഫുലൈബ് എന്ന് പറയുന്ന വ്യക്തി അറബികളിൽ അന്ന് ശൂരനായിരുന്നു. ജസാസ് എന്ന ആൾ കുലൈബിനെ കൊന്നു. ഇവർ 2 പേരും റബിയ ഗോത്രത്തിൻ്റെ മക്കളായ ബക്കർ തഗ്ലിബ് ഗോത്രത്തിലെ മെമ്പർമാരാണ്. ജസാസ് കുലൈബിനെ കൊന്നത് കാരണത്താൽ കുലൈബിൻ്റെ സഹോദരൻ മുഹൽഹിൽ ജസാസിനോടും ഗോത്രത്തോടും പകരത്തിനൊരുങ്ങുകയാണ്. വലിയൊരു കലാപത്തിന് തുടക്കം പ്രഖ്യാപിക്കുകയാണ്. ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ കെടുതി ആലോചിച്ചെന്നും ദുഷ്ണയും ബോധവും വിവേകവുമുള്ള ചിലരുണ്ടായിരുന്നു. അവർ ഇത് നടങ്ങാൻ പണിയെടുത്തെങ്കിലും ഫലം കണ്ടില്ല. അബ്ബാദ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഒരു മകനെ പറഞ്ഞയക്കുന്നുണ്ട്. ഈ മകനെ സ്വീകരിച്ച് നിങ്ങൾ ഈ കലാപത്തിന്, കൊലക്ക്, യുദ്ധത്തിന് തുടക്കം കുറിച്ചത് അവസാനിക്കണമെന്ന്. ആ മകനെ കൊന്ന് ഞങ്ങളുടെ മെമ്പർ കുലൈബിൻ്റെ ചെരുപ്പിൻ്റെ ബാറിന് തുല്യമായിട്ടുള്ളൂ ഇപ്പോൾ. ഇനി ചെരുപ്പിന്
പിന്നെ ആ ചെരുപ്പ് ധരിച്ചിരുന്ന കുലൈബിന് തുല്യമായതൊക്കെയും ഞങ്ങൾക്ക് ഇനി അവിടെ നിന്ന് കൊന്നൊടുക്കണം എന്ന് പറഞ്ഞാണ് മുഹൽഹിൽ ജസ്സാസിൻ്റെ കുടുംബത്തിനോട്, ആ ഗോത്രത്തോട് യുദ്ധം തുടർന്നത്. നീണ്ട വർഷങ്ങൾ അറബികൾക്കിടയിൽ പോരാട്ടം നടക്കുകയുണ്ടായി. ഇതേപോലെയാണ് ദാഹിസും ഖബ്രാവും, 2 കുതിരകൾ മത്സരിച്ചോടിയതിൻ്റെ പേരിൽ അതിലൊന്നൊന്നിനെ പരാജയപ്പെടുത്തി, അത് പരാജയപ്പെടുത്താൻ ചില ആളുകൾ കൂട്ടുനിന്നു. ഇതിൻ്റെ പേരിൽ നടന്ന വർഷങ്ങൾ നീണ്ട കൊടിയ യുദ്ധം. ഇതേപോലെ ദിൽഖാർ എന്ന് പറയുന്ന യുദ്ധം, അത് അറബികളും അന്ന് പേർഷ്യൻ ഭരണാധികാരി കിസ്രയുമായി നടന്ന വർഷങ്ങൾ നീണ്ട രക്തരൂക്ഷിത പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. പ്രസിദ്ധ കവി സുഹൈർ ഇബ്നു അബി സൽമ അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിൽ ഒരു വരി കവിത പ്രകാരം പറയുന്നുണ്ട്: തദാറക്തു മാ അബ്സൻ വദുബിയാന ബഅദമ തഫാന വദഖു ബൈനഹും ഇത്റു മൻഷമി എന്ന്. അതിൽ ഔഫ് ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയെയും ഖാരിജ ഇബ്നു സിനാനെയുമാണ് സുഹൈർ ഇബ്നു അബി സൽമ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ അബസ്, ദുബിയാൻ ഗോത്രങ്ങളെ കണ്ടെത്തി, എന്നിട്ട് അവർക്കിടയിൽ സുൽഹുണ്ടാക്കി. അതില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സുൽഹുണ്ടാക്കിയത് ബഅദമ തഫാനവു, അവർ നശിച്ചു തീരാറായതിന് ശേഷമാണ്, നശിച്ചു തീരാൻ സമയമായി, അതിനു ശേഷമാണ് നിങ്ങൾ അവരെ കണ്ടുമുട്ടിയത്, നിങ്ങൾ അവർക്കിടയിൽ സുൽഹുണ്ടാക്കിയത്. അത് മൻഷം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അത്തർ, അത് തീർത്ത, അതവരെ തകർത്ത ആ ഒരു യുദ്ധത്തിന് ശേഷം എന്ന് പറയുന്നുണ്ട്. ഇതൊരു വലിയ ചരിത്രമാണ്. അറബികളിൽ 2 ഗോത്രങ്ങൾ, ഒന്ന് ഖനവികൾ, മറ്റൊന്ന് അബസികൾ. അയൽക്കാരിയായി പാർത്തിരുന്ന അബസ് ദുബിയാൻ ഗോത്രത്തിൻ്റെ, ബനു ദുബിയാൻ ഗോത്രത്തിൻ്റെ മെമ്പർമാരാണ്. ഇതിൽ സുഹൈർ അൽ അബസി എന്ന വ്യക്തിയുടെ മകൻ ഷാസ് എന്നവരെ ഖനവികളിൽപ്പെട്ട സാലബ ഇബ്നു അജ്ദ അൽ ഖനവി കൊല്ലുകയുണ്ടായി. അതും അല്പം അത്തറിന് വേണ്ടി, സുഗന്ധദ്രവ്യത്തിന് വേണ്ടി. ഷാസ് നുഅ്മാൻ ബിൻ മുൻസിർ രാജാവിനെ സന്ദർശിച്ച് അവിടെ നിന്ന് അദ്ദേഹം സമ്മാനിച്ച അത്തറുമായി മടങ്ങുകയാണ്. ഈ ഷാസിൻ്റെ പെങ്ങളെ നുഅ്മാൻ ബിൻ മുൻസിർ രാജാവ് വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് അളിയനെ സൽക്കരിച്ച് നൽകിയ സമ്മാനമാണ് ഈ അംബറും മിസ്കും. അതുമായിട്ട് ഷാസ് മടങ്ങുമ്പോൾ ബനു ഖനവികളിൽപ്പെട്ട സാലബ ഈ ഷാസിനെ വഴിയിൽ വെച്ച് വധിക്കുകയും മണലിൽ കുഴിച്ചു മൂടി അയാളുടെ അത്തർ അതുമായി മുങ്ങുകയുണ്ടായി, പോയി. വലിയൊരു ചരിത്രമാണ്. അതിൽ അവസാനം ഈ ഖനവികളിൽപ്പെട്ട സാലബയാണ് ഷാസിനെ കൊന്ന് മണലിൽ കുഴിച്ചു മൂടിയത് എന്നുള്ള വിവരം അബസികൾക്ക് ലഭിക്കുകയുണ്ടായി. അത് മൻഷം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ദിഷണാപരമായ പ്രവൃത്തിയിലൂടെ അവരെ കൊണ്ട് തെളിയിച്ചതാണ് അബസ് ഗോത്രം, അബസികൾ. ഏതായാലും ഖനവികൾക്കെതിരിൽ അബസികൾ സടകുടഞ്ഞെഴുന്നേറ്റു. പ്രതികാരത്തിനുള്ള വെമ്പലിൽ അവർ എന്തും ചെയ്യുമെന്ന അവസ്ഥ വന്നു. ഒരു യുദ്ധമില്ലാതാകാൻ വേണ്ടി അബസികൾക്ക് മുമ്പിൽ ഖനവികൾ പലതും പറഞ്ഞു. അബസികൾ അന്ന് പറഞ്ഞത് ഖനവികളോട് ഖബർ കാണിച്ചിട്ട് പറയുകയാണ്, കുഴിച്ചുമൂടപ്പെട്ട മണൽ കാണിച്ച്, ഈ മണലിൽ നിന്ന് ഞങ്ങളുടെ മെമ്പർ ഷാസിനെ ജീവനോടുകൂടി പുറത്തെടുത്തു തരണം. മടി കാണിച്ചു കൊടുത്തു പറഞ്ഞു, അല്ലെങ്കിൽ ഈ മടിയിലേക്ക് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ അത്രയും ഇറക്കി കൊണ്ടുവരണം, ഞങ്ങൾക്കത് മടിയിൽ വെച്ച് തരണം. മൂന്നാമത്തേത്, ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ ഖനവികളെ മുഴുവൻ ഞങ്ങൾക്ക്, ഖനവികളിലെ പുരുഷന്മാരെ മുഴുവൻ ഞങ്ങൾക്ക് മുന്നിൽ നിർത്തി തരണം, ഞങ്ങൾ അവരെ മുഴുവൻ കശാപ്പ് ചെയ്യാൻ. എന്തിന്? ഈ ഷാസിന് പകരമായി. ഒരാൾക്ക് പകരം നിങ്ങളുടെ ഗോത്രത്തിലെ, സാലബിയുടെ ഗോത്രത്തിലെ വെള്ളാണല്ലോ കൊന്നാൾ, മുഴുവൻ ആണുങ്ങളെയും തല കൊയ്യാൻ തരണം. ഇതാണ് അന്ന് അബസികളോട് ഖനവികൾ ആവശ്യപ്പെടുകയുണ്ടായത്. ഖനവികൾ പറഞ്ഞു, ഷാസിന് പകരം ഷാസിനെ കൊന്ന സാലബയെ ഏൽപ്പിച്ചു തരാം, 10 ദിയയും തരാം. 10 ദിയ എന്ന് പറഞ്ഞാൽ 10 പേർക്കുള്ള ബ്ലഡ് മണി ഏറെ തരാം.
പ്രതിക്രിയക്കായിട്ട് സാലബയെയും തരാം. അബസികൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷാസിന് പകരം ഖനവികളെ മുഴുവൻ തരണം തല കൊയ്യാൻ എന്നാണ്. അതിന് ഖനവികൾ കൂട്ടാക്കിയ അവസാനം അബസികളും ഖനവികളും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം, രക്തരൂക്ഷിത പോരാട്ടം. സുഹൈർ കൊല്ലപ്പെട്ടു, അബസികളിലെ മെമ്പർ നേതാവ്. സാലബ കൊല്ലപ്പെട്ടു, ഖനവികളിലെ മെമ്പർ. ധാരാളം മനുഷ്യരും കൊല്ലപ്പെട്ടു. അബസ് സുബിയാൻ ഗോത്രങ്ങളിൽ വലിയൊരു പുരുഷാരമാണ് ഈ ഒരു രക്തച്ചൊരിച്ചിലിൽ അവർക്ക് നഷ്ടമായത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന ആ കാലഘട്ടത്തിൽ അറബികൾ രക്തം ചെന്തുന്ന വിഷയത്തിൽ തീർത്തും ഒട്ടും വിരക്തരായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് അദ്നാനികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വായിക്കപ്പെടുന്ന ഉദാഹരണങ്ങളാണ്.